ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു യാത്ര പോകാൻ പോകുകയാണ് കേട്ടോ. കുട്ടികളുടെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. എങ്ങോട്ടാണെന്നല്ലേ, വീഡിയോ ഫുള്ള് കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ വണ്ടി മൂവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു നാടിനെക്കുറിച്ചൊന്നും അറിയണ്ടേ. വയൽ പ്രദേശമാണ് കേട്ടോ ഞങ്ങളുടേത്. നല്ല പച്ചപ്പാണ്. ഞങ്ങളുടെ ഈ നാട്ടിലാണ് കേട്ടോ സൂര്യകാന്തിപ്പാടം ഉണ്ടായിരുന്നത്. വളരെ രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തി. ഏകദേശം ഓച്ചിറ അടുത്ത് കേട്ടോ. ആ കാണുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ആർച്ചാണ് കേട്ടോ. കയറാൻ ടൈമില്ലാത്തതുകൊണ്ട് കയറുന്നില്ല. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആയിരത്തെങ്ങ് പാലമായി കേട്ടോ. അങ്ങനെ പാലത്തിനടിയിലുള്ള കായൽ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡിലും കുറേ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കായലും കടലും ഒരുമിക്കുന്ന മനോഹരമായ അഴിമുഖമുള്ളത്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് അഴീക്കൽ ബീച്ചിലാണ്. ഈ കാണുന്നതാണ് കേട്ടോ വലിയ അഴീക്കൽ പാലം. ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. തെക്കുകിഴക്ക് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ വില്ലുപാലമാണിത് കേട്ടോ. ഇത് അവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ്. കുട്ടികളൊക്കെ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. അവരുടെ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് അവർ. ഇവിടെ ഇപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുട്ടൊക്കെ കാണാനായിട്ടൊന്ന് പോവുകയാണ് കേട്ടോ. എന്ത് രസമാണ് അവിടെയൊക്കെ കാണാൻ. ആ വെള്ളം മണലൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയാമോ. നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. കടലിൽ നിന്നുള്ള ആ ഒരു തണുത്ത കാറ്റും എല്ലാമായിട്ട് കുട്ടികളൊക്കെ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. അവരൊരുമിച്ച് കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇതാണ് ആത്മിക, അവന്മാരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവളുമായിട്ട് യാത്ര പോകാനൊക്കെ അവന്മാർക്ക് വളരെ ഇഷ്ടമാണ്. ഇതിലൊരാളുടെ ക്ലാസ്മേറ്റ് കൂടിയാണ് കേട്ടോ അവൾ. ഞങ്ങൾ അവളെ മാളു എന്നാണ് വിളിക്കുക. അവളൊരു പൂമ്പാറ്റയെ പോലെ ബീച്ച് മുഴുവനും ഓടി നടക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവന്മാരെക്കാൾ കൂടുതൽ അത് എൻജോയ് ചെയ്തത് അവൾ തന്നെയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മാളു ബീച്ചിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരി. വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുകയാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഓരോ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ബോട്ടിങ്. പക്ഷേ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അതിനകത്തൊന്നും കയറാനായിട്ട് പോയില്ല. ഇനി ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് എൻ്റെ കുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ കടൽ തീരത്ത് നിന്നിട്ട് പട്ടം പറത്തണമെന്നുള്ളത്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. കുറേ നാളായി കേട്ടോ അവർ ഞങ്ങളോട് ഈ ആഗ്രഹം പറയാനായിട്ട് തുടങ്ങിയിട്ട്. പക്ഷേ എക്സാമും ആനുവൽ ഡേ ഫംഗ്ഷൻ്റെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി. പിന്നീട് ഞങ്ങൾക്കും കുറച്ച് തിരക്കുകളായിപ്പോയത് കാരണമാണ് ഈ യാത്ര ഇത്രയും നീണ്ടത്. അങ്ങനെ ആ നീണ്ടുപോയ യാത്രയാണ് ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി സാധിച്ചു കൊടുക്കുന്നത്. നോക്കിക്ക് അവർ എന്ത് ഹാപ്പിയാണെന്ന്. അവരുടെ ആ വലിയൊരു ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവർ. കൂട്ടുകാരിയായിട്ട് അവർ അടിച്ചു പൊളിക്കുകയാണ് ബീച്ചിൽ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവർ മാത്രമല്ല കേട്ടോ, കുറേ കുട്ടികളുണ്ടായിരുന്നു ബീച്ചിൽ പട്ടം പറത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കടലിലേക്ക് ഇറങ്ങി. അവർ കാലൊക്കെ നനച്ചു. സത്യം പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയാമോ ഈ കടൽ തീരത്ത് നിൽക്കാൻ. ആ തണുത്ത കാറ്റൊക്കെ നമ്മളിലേക്ക് വീശുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയ ഫീലാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടില്ലേ? എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ നൈറ്റൊക്കെയാണ് ഇവിടെ വന്നിരിക്കാറ്. പക്ഷേ ഇന്ന് നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം ഞങ്ങൾ നൈറ്റ് വരെ ഒന്നും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോൾ തൊട്ടേ നല്ല മഴക്കോളും ചെറിയ മിന്നലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം നമുക്കിവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ സമയം ഏതാണ്ട് 6:15 കേട്ടോ. അങ്ങനെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അങ്ങനെ കടയിൽ കയറി കുട്ടികൾക്കൊക്കെ സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. തൊട്ടടുത്തൊരമ്മ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊരു മാങ്ങയും മേടിച്ചു. അപ്പോഴാണ് രണ്ടുപേരെ കണ്ടത് കേട്ടോ. ഒരമ്മയും മോളുമാണ്. രണ്ടുപേരും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വളരെ ആക്റ്റീവായിട്ടുള്ള രണ്ടുപേരാണ് കേട്ടോ. ഹോം മെയ്ഡ് ഫ്രഷ് ജ്യൂസ് വെക്കുകയാണ് അവരവിടെ. നല്ല സൂപ്പർ ജ്യൂസായിരുന്നു കേട്ടോ. ഞാനൊരു പാൽ സർബത്താണ് മേടിച്ചത്. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോയി. എന്നാൽ പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനും മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഓച്ചിറ കേക്ക് വേൾഡിൽ ചെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസും സ്നാക്സും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ മേളിലാണ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ മേളിലെത്തി.
അങ്ങനെ അവർ മെനു കാർഡൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ ഞാനും കുട്ടികളും ഷവർമ്മയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ബാക്കിയുള്ളവർ പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാനൊരു പൈനാപ്പിൾ ലെമൺ ജ്യൂസും കൂടി ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ഫുഡ് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഞങ്ങളെല്ലാം കഴിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.